വെൽക്കം ടു കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. ഞാനിന്ന് കുസ്ക അല്ലെങ്കിൽ പ്ലെയിൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാരണയായി ബിരിയാണി റൈസിലാണ് ഉണ്ടാക്കുക, പക്ഷെ ഞാനിന്ന് പച്ചരിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചരി വെച്ച് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചെയ്തു നോക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴുകി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 12 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും 2 ടേബിൾ സ്പൂൺ തൈരും 2 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കശകശയും 1 കറുവപ്പട്ട ഇലയും ചെറിയ 4 കഷ്ണം കറുവപ്പട്ടയും 4 ഗ്രാമ്പുവും 1 ടേബിൾ സ്പൂൺ ജീരകവും ഇട്ട് അരച്ചെടുക്കാം. ഈ മസാലക്കൂട്ട് ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇനി സവാള അരച്ചെടുക്കണം. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇനി കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയ ശേഷം അരച്ചു വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂടി തുറക്കുമ്പോൾ തന്നെ ബിരിയാണിയുടെ നല്ല മണമുണ്ട്. നല്ല പാകത്തിനൊക്കെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പച്ചരിയിൽ ഉണ്ടാക്കിയതെന്ന് പറയേയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നാരങ്ങ അച്ചാറും തൈരും ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല രുചി. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.